ആദ്യം നമ്മൾ സാധാരണത്തെ പോലെ തന്നെ കടുകൊക്കെ പൊട്ടിച്ച് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിൽ ഒരു കുഞ്ഞു കഷ്ണം കപ്പയും ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പെല്ലാം ഇട്ട് വേവിച്ചതാണ്. എന്നിട്ട് അത് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്കുള്ള അരപ്പാണ് ഒഴിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങ, അതുപോലെ തന്നെ കുരുമുളക് അരച്ചത്, കുരുമുളകാണ്, കുറച്ച് കാന്താരി മുളകും കുരുമുളകും കൂടെ മാത്രം അരയ്ക്കുക, ഉപ്പും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ അരച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് വേണേൽ ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു കിടിലൻ കറി കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഉണ്ടാക്കി നോക്കണേ. അധികം കളറൊന്നും കാണില്ല, ഒരു മഞ്ഞച്ച നിറമായിരിക്കും. നമ്മൾ കാന്താരി മുളകും കുരുമുളകും അല്ലേ ചേർത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ.